ചന്ദ്ര അപ്പൊ തുടങ്ങാം. മുഖം നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് പിന്നെ ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. 19 സീറ്റിലെ പരാജയത്തിന് എന്റെ പൊന്നു ചേട്ടാ ഉപദ്രവിക്കരുത്. ഒന്നും ചെയ്യൂല, കുത്തിക്കൊടലെടുക്കുള്ളൂ കേട്ടാ. കാരണം എന്തെന്നുള്ള ഒരൊറ്റ അന്വേഷണം പോയി മുഴുവൻ നിൽക്കുന്നത് ഒരു മുഖത്താണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അദ്ദേഹത്തിന്റെ മുഖമാണ് മാറേണ്ടതെന്ന് സ്വന്തം പാർട്ടിക്കാരെ പറഞ്ഞു കൊടുക്കാൻ. സന്തോഷായി, നല്ല സന്തോഷായി. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്താണ്. ഊതടാ, ഊത്. അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ തിളങ്ങുകയാണ്. ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. ആ തിളക്കം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുന്നതുകൊണ്ടാണ് എല്ലാം കയ്യിൽ നിന്ന് പോയി. കണ്ണൂരിൽ മെനഞ്ഞാന്ന് ഒരു ബോംബ് പൊട്ടി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദേശാഭിമാനി പറഞ്ഞ പോലെ തേങ്ങ പൊട്ടിയിട്ട് പിന്നെ ആള് മരിക്കണു. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് പൊട്ടി പോകുന്നു. ഇതാണോ ജനാധിപത്യം? ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ഭീകരമായ ഒരു രാഷ്ട്രീയ സംഘടന. ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. ഞാൻ കണ്ണൂരിലൊരു എൻ്റെ ഒരുപാട് ചെറുപ്പകാലം മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. MLA എന്നുള്ള നിലക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സംഭവം തന്നെ കേട്ടാ. ഒരു MLA എന്നൊക്കെ പറഞ്ഞ ആരാ? അല്ലെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബോംബുകൾ ശേഖരിച്ചു വെക്കുന്നത്? പേടിച്ചിട്ടാ. അത്രക്കും ബോംബ് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് CPM പോകുന്നത്. ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം, CPM ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാതാവാൻ പോകുന്നില്ല. സത്യമാണോ ഈ പറയുന്നത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ ഒരു പൊതു മനസ്സിനകത്തൊരു ഇടതുപക്ഷ ഇടമുണ്ട്. ഞാനത് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ CPM അതിലപ്പുറത്തേക്ക് കേരളത്തിൽ തകരാൻ പോവാണ്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ